അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മള് ആസിഫിന്റെ അടുത്ത് പോവാ ഷാർജയിലേക്ക്. ഇന്ന് മറ്റേ ഓന് കുട്ടി ഉണ്ടായതിന്റെ ചെലവാണ്. അതപ്പോ ഇന്ന് എന്തേതാ കച്ചിന്റെ അവസ്ഥ നമ്മൾ നോക്കുക. നല്ലൊരു ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ദുബായ് ഒന്ന് വിസിറ്റ് ചെയ്യും. നമ്മ നാളെ വെള്ളിയാഴ്ച അല്ലേ, അപ്പൊ നല്ലൊരു ഫ്രഷ് എന്താ വാങ്ങാ, കിൻഫിഷ് ഒന്ന് വാങ്ങിയിട്ട് നല്ലോണം നാളെ വെള്ളിയാഴ്ച വലിച്ച് പാറാക്കാം നമുക്ക്. പിന്നെ അടുത്ത ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാല് ആസിഫിന്റെ ചെലവാണ് രാത്രി. ഇന്ന് നമ്മൾ നസ്വത്താത്ത ഫുഡ് ഉണ്ടാക്കിയില്ല, അപ്പൊ ഇന്ന് ആസിഫിന്റെ ചെലവാണ്. ആസിഫിന് കുട്ടി ഉണ്ടായ ചെലവ്. ഞാൻ നാട്ടിൽ പോയി കണ്ടീനു കേട്ടോ. നാട്ടിൽ പോയി മാഷാ അല്ലാ ചെക്കനെ പോലൊക്കെ കണ്ട് ചെക്കന്റെ സന്തോഷത്തിന് വേണ്ടി ചെക്കൻ എന്താ വെച്ചനെ ഓൻ ഇവിടെ വന്ന ടൈമിന് നമ്മള് പോയലുണ്ടായിരുന്നു. അപ്പൊ ചവക്കാക്ക കത്ത കാറ് വരുന്നേ വൈകുന്നേ. അപ്പൊ ഇന്ന് കാക്കൻ ആസിഫിന്റെ അടുത്ത് പോവാണ്. അപ്പൊ അജ്മാന്ന് ഷോപ്പ് ക്ലോസ് ചെയ്ത് നേരെ പോവാണ്. ആസിഫിനെ കാണുന്നു, പൊക്കുന്നു, നല്ലൊരു ഫുഡ് വാങ്ങിപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടി അതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, നേരെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് നല്ല അടിപൊളി ഫിഷ് വാങ്ങിയിട്ട്. ഫിഷ് മാർക്കറ്റ് കാണാത്ത കുറെ ആൾക്കാരുണ്ടാവും. നമ്മളെ കേസ് നാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പൊ ആൾക്കാര് പറയുന്നുണ്ടാവും ഇവൻ ഫിഷ് മാർക്കറ്റിന്റെ എടുക്കാന്ന്. നമ്മൾ വിരോധം ഉണ്ടായിട്ടല്ലോ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. അപ്പോ നമ്മൾ ചെറിയ വ്ളോഗുകൾ അങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ചില എടുക്കുക നമ്മൾ ഒന്നും എടുക്കില്ല. അപ്പോ നല്ല അടിപൊളി ഫിഷ് മാർക്കറ്റ് കാണിച്ചു തരാം. ഫിഷുകൾ കാണാത്ത കുറെ ഫിഷുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നേരെ നമ്മൾ വണ്ടി എടുത്ത് പോവാട്ടോ. ഈ അവിടെ എത്തിരിങ്ങ എന്താക്കി തരാം, അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്താക്കി തരാം, കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് ഫുഡ് കഴിക്കാന് ഫുഡിന്റെ മൊബൈലിലേക്ക് പോവല്ലേ. മാഷാ അല്ലാ, ഏതായാലും നല്ല അടിപൊളി പേരൊക്കെ ഇട്ട് അൽഹംദുലില്ലാ. എനിക്ക് നല്ല റാറ്റ് അയക്കിന്, നല്ല അടിപൊളി മാഷാ അല്ലാ മൊഞ്ചൻ അയക്കിന്. ഇന്ന് ഗ്ലാമർ കൂടിക്കണം. നമ്മ നേരെ പോവാട്ടെ. എന്നാല് വേറെ പോവാണ്. അപ്പൊ നേരെ നമുക്ക് വേഗം പോകുന്നത് മൊബൈലിലേക്ക്. ഞാൻ ആയിട്ട് വിളിച്ചോ കബീബേ, വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ സ്വന്തം ഷോപ്പാണ് തബക്കൽ ഇജാസ്. നല്ല അടിപൊളി എന്താ പറയാ, പിന്നെ ഫിഷ് പൊളിസി ബ്രീമും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. മന്തിയൊക്കെ നല്ല അടിപൊളി റൈസ്. ഇത് മാസി പ്ലേറ്റ് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞാൽ UAE-ത്തെ ആദ്യം വന്ന് കഴിക്കേണ്ട സ്ഥലം എന്നൊക്കെ പറഞ്ഞ മാതിരി. അപ്പം അടിപൊളി മന്തി കഴിക്കാൻ പോവാണ്. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ കയറിയിട്ട് എന്താക്കുക, ഫുഡ് കാണിച്ചു. അപ്പുറത്ത് വെറൈറ്റി സലാഡ്. ഈ സലാഡിലാണ് ആൾക്കാർ വീണോളൂ. വിവേ എന്ത് കഴിക്കുന്ന കാണിച്ചു കൊടുക്കും. ഓ, അതാണ് അതിന്റെ പവർ. അത് വേറെ രസം തന്നെ അതിന്റെ സലാഡ്. ഞാനൊന്ന് അടിക്കട്ടെ. ഇതൊക്കെ എത്ര വട്ടം മന്തി ഉണ്ടാവില്ല ഇപ്പൊ? ഒരു മാക്സിമം ഞാൻ പറഞ്ഞിട്ടേ രാത്രി ഇത് കഴിച്ചിട്ടേ ഇവിടെ പോകുള്ളൂ. അത് ഞാൻ പറഞ്ഞ് ഓരോ മുന്നേ നമ്മൾ ഇവിടെ എത്തിക്കുന്നു. ഫിഷ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഫീലിങ്സ് വന്നിട്ടോ? വേറെ UAE എവിടെയെങ്കിലും ഫിഷ് കഴിച്ചിട്ട് ഈ രസം ഇവിടെ തന്നെ ഉള്ളൂ. ആദ്യം പിന്നെ ഫസ്റ്റ് അവന് ഫിഷ് പറ്റാത്ത ദുബായിൽ വന്നിട്ട് മീൻ, അതല്ല ദുബായിൽ വന്നിട്ട് ആ തിന്ന് പഠിക്കേണ്ട മീനാണ്. നാട്ടിൽ ഇങ്ങനത്തെ മീൻ കിട്ടുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇന്ന് മീൻ തിന്ന് പഠിക്കട്ടോ. നമ്മൾ ആസിഫിന്റെ ചെലവാണ്. മാഷാ അല്ലാ മുത്തും മണി കഴിക്കണേ. നമ്മളെ ചെക്കന് വീഡിയോ കാണുന്ന ആളാ യൂട്യൂബില്. അപ്പൊ എന്നെ കൊണ്ടുപോയില്ലാന്ന് അറിയാം. മോനെ ആ പറഞ്ഞ സാധനം സീബ്രീം, അത് സീബ്രീം അല്ല മോനെ ഓർഡർ ചെയ്ത് സീബ്രീമിന്റെ ഒരു ഇതൊരു ടേസ്റ്റ് ഇല്ലേ. ഈ ഒരു ടേസ്റ്റ് UAE-ൽ എനിക്ക് ഇടം കിട്ടിയില്ല. ആണോ? അല്ല, ഈ സീബ്രീമില്ലേ, ഈ മസാല കൂട്ടിയിട്ടുള്ള ഈ സീബ്രീമിന്റെ ഈ ഒരു ക്വാളിറ്റി ഇല്ലേ, ഇത് വേറെ എനിക്ക് കിട്ടില്ല. തല വരെ മുഴുവനെ വാക്കിയിട്ട് തല ആക്കിയില്ല പോലെ. മീനൊക്കെ തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടോ പറയാ. ഷാർജയിലെ മുഴുവൻ തബക്കൽ ഇജാസ്. ഈ ടേസ്റ്റ് എനിക്ക് ഏറും കിട്ടിയില്ല. ഈ റൈസും കൂട്ടിയിട്ട് ഈ മസാല കൂട്ടി അരച്ചിക്കണമെങ്കിൽ ഇത് വേറെ സാധനം വെറ്റെന്ന് സാധനം ഇപ്പം ഇവിടെ വരും. ഒന്നിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി കഴിക്കണം. ഇത് ഓക്കെ ആണ്. റൈസ് ഇതിന് മെയിനായിട്ടില്ലേ ഇതിന് സലാഡ് ഉണ്ട്. ഇതാണ് ആ ഫിഷ് ഗ്രേവി. ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ വേണമെങ്കിൽ കുറച്ച് റെഡ് ചട്ടിനി ഇടാം, ഇതിടാം. പിന്നെ ഞാൻ ഈ ഏറ്റവും കൂടുതൽ മീനിന്റെ ഈ ഭാഗമല്ല, മുറിച്ചിന്റെ ഭാഗം ഇങ്ങോട്ട്
ഇതാണ് ഇതിന്റെ മോളിൽ ടേസ്റ്റ് അടിപൊളിയാണ്. ഇനി കഴിച്ച സാധനം ഈ ഒരു ഇതില്ല, ഇതിലൊരു മന്തിൻ്റെ ഇതും ഈ സാൾട്ടും ഈ മീനും കൂട്ടിയാൽ മതി, അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ അബക്കൽ ജാസിലെ ഫുഡ്. നമ്മൾ പണ്ട് ആനും അസ്ലമൊക്കെ ആയിട്ട് എന്തോരം വന്നേക്കണെന്നറിയോ. ഇപ്പോൾ ഇങ്ങനത്തെ ഫുഡ് ഫിഷ് വന്നടിക്കുക, അത് പെട്ടെന്ന് തീരും. അതതിൻ്റെ മെയിനായിട്ട് അത് മീനോ മീൻ തിന്ന് പഠിക്കുക. ദുബായിൽ വന്നാൽ മെയിനായിട്ട് മീൻ തിന്നാ പഠിക്കണ്ടേ മോനെ. ബട്ട് ചിക്കൻ തിന്നതിനേക്കാൾ കൂടുതൽ മീൻ തിന്ന ഒന്നും ആവില്ല. ഫ്രഷ് മീൻ കിട്ടും. അങ്ങനെ ഞാൻ ദുബായ് ഫിഷ് മാർക്കറ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം മീനിൻ്റെ പവർ എനിക്ക് നിന്നാ കാണിച്ചു തരാം. നാളത്തേക്കുള്ള നാളെ ഉച്ചക്ക് എന്നെ കൊണ്ട് മീൻ ബിരിയാണി ഒന്ന് വയ്ക്കും. പണ്ടിൻ്റെ കാരണം മത്തി ഞാൻ തിന്നൂല എന്നിട്ട് ഒരു ടൈമിന് മത്തി എന്നെ കൊണ്ടു തന്ന കാലമുണ്ട്. എന്നെ തീറ്റിപ്പിച്ച് മത്തിയുടെ ടേസ്റ്റ് എന്താ അറിയിക്കണേ. തീ പൊള്ളിച്ചുണ്ടോ? ഇതല്ല 5-6 മാസം നാട്ടില് നാട്ടിലുണ്ടല്ലോ. ഞാൻ 11 ഒന്നുണ്ടല്ലോ. മീനോ മീനുണ്ട് സീ ഫുഡോ ലൈവില്ലേ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് അമ്മയിലോ. ആസിഫ തല തിന്ന തലയില മോനെ പവർ. തല ഭയങ്കര നമ്മള് ചെക്കന്മാർ വന്നാൽ തലക്കടി നല്ല അടിപൊളി തല പോലെ ഊരണം. തല അടിപൊളിയാണ്. നോക്കിയാ മീനിന്റെ കോലം. ഇത് തല മാത്രമേ അത് ഇനി ഉണ്ട്. ഇനി തല അടിച്ചു കയറ്റി ഞാൻ അടുത്ത തല തിന്നാൻ പോവാണ്. ഇതാണ് ഈ മീനെ വലിപ്പം. ഇത് തല തല കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ ആ പറഞ്ഞ സാധനം കളിക്കുന്നത്. തലേൻ്റെ തലച്ചോറ് ഇത് തലച്ചോറുണ്ടാവുമോ? മീൻ തലച്ചോറിനത് ചിലപ്പോ എന്റെ മാതിരി എന്റെ വായ കഴിക്കും. എന്റെ വായല്ല ആസിഫിന്റെ വായ പൊട്ടിച്ച് തല്ലോണ്ട് കടിച്ചു. ഇതിപ്പോ എന്റെ മാതിരി കഴിക്കും. ഇതിന്റെ വിവരം ലാസ്റ്റ് കഴിക്കും. അതേതായാലും കഴിഞ്ഞ് പീടിയ ക്ലോസ് ചെയ്തു. നല്ല അലുവുണ്ടല്ലോ. അത് തിന്ന മധുരമുള്ള തന്ന ഏതായാലും തിന്ന ബിസ്മില്ല. തിന്ന് മീൻ കടുപ്പിച്ച് മീനെ തലച്ചോറ് നോക്കിച്ചിട്ട് എൻ്റെ അണ്ണാക്ക് ഒരു മുറി എത്തിയിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം. അതായത് ചോര വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ലൊക്കേഷനിലൊന്ന് പോകാനുണ്ട്. 1-2 പരിപാടി ഉണ്ട്. ഒന്ന് പോയി കാണണം. അപ്പോൾ പോയിട്ട് നേരെ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോവാം. അതിപ്പോൾ എന്താ ചെയ്യുന്നത്? ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് അതല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ എത്തി സിനിമ സ്പോട്ടില്ലേ. മാർക്കറ്റ് മാത്രമേ ഓപ്പൺ ഉള്ളൂ അല്ലേ. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ നല്ല എന്താ പറയുക, കുറേ ഒരുപാട് നല്ല ഡ്രസ്സുകൾ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഷോപ്പ് കാണിച്ചിരുന്ന പോലെ അങ്ങനെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പച്ചക്കറി വെജിറ്റബിൾ മാർക്കറ്റാണ് ഇത്. നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റാണ്. നല്ല നല്ല വേൾഡിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നേരെ ഫിഷ് മാർക്കറ്റ് ദുബായിൻ്റെ ഫിഷ് മാർക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 24 hours. ദുബായിലെ ഫിഷ് മാർക്കറ്റ് 24 മണിക്കൂറും ഇവിടെ ആൾക്കാരുണ്ടാവും. തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പം നല്ല അടിപൊളി ഫ്രഷ് മീൻ വേൾഡിൽ എവിടെയൊക്കെ ഉള്ള മീനുകളൊക്കെ എന്താക്കും ഇവിടെ എത്തും. ദുബായിൽ വന്ന ആദ്യം ഫിഷ് മാർക്കറ്റ് നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത് കണ്ടിരിക്കാനല്ല ടീമിന് ഇതൊക്കെ തൊടാൻ പറ്റൂല. നമുക്ക് തോന്നലല്ലേ ഏത് ഇതിന് എത്ര പൈസ? 15 റംസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. എത്ര അറിയില്ല.
ഏതല്ലേ പഠിച്ചോലൊക്കെ ഒരു കഴിവുകൾ ഐറ്റമല്ലേ മോഡലുകളാണ്. ഇത് മറ്റേ ലുലുവിലുണ്ടായിരുന്നു നാട്ടില്. ഇതോ അല്ലേ നാട്ടില് ലുലുവില് കിറ്റില്ലേ ഇതായിരുന്നു ഞാൻ വാങ്ങിയുടെ ഇത് കാണിച്ചു കൂടെ കളിക്കുന്നവർക്ക് എന്തോ കളിക്കുന്നത്. ആ ആ ആ ആ ആ ആ ഓ എനിക്കുണ്ട് എനിക്കുണ്ട് എനിക്കുണ്ട്. ഏയ് പണ്ടേതൊക്കെ സാധനങ്ങൾ കടലിന്റെ അടിയിലൊക്കെ എന്തൊക്കെ മീനുകളല്ലേ. ദുബായിൽ വന്നാൽ ആദ്യം ഫിഷ് മാർക്കറ്റ് നമ്മൾ കാണിച്ചെടുക്കും, പിന്നെ ഇവിടുത്തെ എക്കോറിയ കാണിച്ചു കൊടുക്കും. അജാതി മീനുകൾ മീന് കാണിച്ചു കൊടുക്കും, മീന് കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഫ്രഷ് ആണല്ലോ. ഇതിപ്പോ ലൈവാട്ടോ, ജീവനോട് കല്ലാണ്, ജീവനില്ലാത്ത അപ്പുറത്തുണ്ട്. നെണ്ട് നെണ്ട് അങ്ങനത്തെ കുറെ ഐറ്റംസ് അതിലെ പല പല സാധനങ്ങളുണ്ട്. നമ്മൾ വീഡിയോസിൽ കാണിച്ചെടുക്കും. ഒക്കെ സൗണ്ട് വയ്ക്കുന്നത് പുറത്തേക്ക് വന്ന് പറഞ്ഞാലോ കാണിച്ചെടുക്കും. അടിപൊളി മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന ലെവലിലൂടെ കുറച്ചൊക്കെ ആൾക്കാർ നെണ്ടുകൾ നോക്കി നെണ്ടുതാ ജീവനുള്ള നെണ്ടാണ് അല്ലേ, ജീവനുള്ള നെണ്ടുകൾ. ആണ് നമ്മളെ ദുബായിലെ ഫിഷ് മാർക്കറ്റ് ഉണ്ടല്ലേ. ഒക്കെ മീനിന്റെ ഓരോ കൗണ്ടറുകൾ, ഓരോരോ കൗണ്ടർ DC അങ്ങനെ ഓരോ കൗണ്ടർ 295 290 ഓരോന്നും ഓരോരുത്തരുടെ ഷോപ്പുകളാ അതില്ലേ. ആ അതില്ലേ അതൊക്കെ നല്ല നല്ല മീനുകളുണ്ട് കാണിച്ചു നിങ്ങൾക്ക്. മോനെ നെണ്ട് 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 ഇതാക്കാൻ നെണ്ടുണ്ടായിട്ട് നല്ല കറി ഇതോ जरा चाहिए जरा दी നല്ല കോരൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്പെഷ്യല് ഓരോരോ കോര വലിയ കോര, ചെറിയ കോര, അതില് ചെറിയ കോര. തെരുക്ക് നോക്കി ഈ 4ാം ഭാഗത്തിലേക്ക് പോണ ഫിഷുകളാണ്. ആൾക്കാരെ കൊട്ടലാക്കി പോണതാ, കൊട്ടലാക്കി. ഇവിടെ നോക്കി മീനുകളൊക്കെ ഐ യപ്പ എങ്ങനെ സാധനമായി പോവാ. നാടൻ മത്തി അടിയില്ല, വലിയ മത്തി, അയില, കഴിച്ചാലും നമ്മളെടുത്ത് എല്ലാ സാധനങ്ങളും. ഇതാണ് അയിക്കുറ മോനെ. എത്ര പറയുന്നവര്? 30 രൂപ. ഇനി വേറെ ഉണ്ടെന്ന് പറഞ്ഞേ ക്ലീൻ ആക്കുന്ന കണ്ടില്ലേ, ക്ലീൻ ആക്കുക. അങ്ങനെ ക്ലീൻ ആക്കി കൊണ്ടുപോകുക. വലിയ മീന് കൊഞ്ചന്, ഏതൊക്കെ വിധത്തിലെ കൊഞ്ചനങ്ങൾ കണ്ടില്ലേ. ചെമ്മീനത് കൊഞ്ചനങ്ങൾ അറിയാം, ഏതൊക്കെ മോഡലുകളാ. വലിയ കൊഞ്ചന് ഇതാക്കണ നെണ്ടുകള്, ഏതൊക്കെ മോഡലുകളാ അതില്ലേ. ഒക്കെ നല്ല സാധനം. ഏതെന്താ കടുക്കല്ലേ അല്ലേ. പ്ലാച്ചി ഇതാക്കണ ചേരി, വലിയ കോര, സ്രാവ്, ഐക്കോലി, അമൂറ്, അങ്ങനെ സാധനങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങാൻ നല്ല മീനാണ്. ഈ മീൻ നെയ്മീൻ എന്ന് പറഞ്ഞാൽ തരില്ല, നെയ്മീനൊന്നല്ല. വലിയ ഐക്കുറ കണ്ടില്ലേ, അതുണ്ട്. ഇത് നാട്ടിലുണ്ട് സാധനം. ഇത് കിലോന് 600 രൂപ. അടിപൊളി സാധനം. മീനുകളും ഇതേതാ സാധനം? അത്രയും വലിപ്പട്ടില്ലേ. ഇത് തലച്ചോറ് കുറേ ഉണ്ടാവും വാസിക്കോടെ. ഓള് പറഞ്ഞാൽ മതി. കിട്ടുണ്ടെങ്കിൽ 10 രൂപ ചെയ്യുമ്പോൾ ആകൂലി, വെള്ളാകൂലി. പല തരത്തിലുള്ള മീനുകളാണ്. ഏതൊക്കെ മീനുകളാണ്. വലിയ അമൂറ് ജീവനോട് ഏതൊക്കെ വിധിച്ചെടുക്കല്ലേ. നാളെ ബിരിയാണി അടിക്കല്ലേ.
മഞ്ഞിന് എത്ര കഴിക്കും? ഇങ്ങോട്ട് വാങ്ങിയാലോ? അതാണോ? മതിയോ? ഇതെടുത്താലോ? കുഴപ്പമില്ല. ചിലപ്പോൾ അധികോ? ലൈഫ് അധികമല്ല. നിങ്ങൾ പോയിട്ട് വേണ്ട. कितना होगा? देखिए 2.4 है। कट करने के बाद आपको 2 किलो मिलेगा। उसका मुंडी जाएगा, पेट कचरा जाएगा। भैया 60 करेगा। बोले में कोई गिनता भी है? बोले में कटिंग में बुक करता हूं 60 करेगा। 60 करेगा। ओके आज का माल है ഫിഷ് എല്ലാം കട്ട് ചെയ്യാം. അയ്യോ അതേമാതിരി കട്ട് ചെയ്യാൻ നേരെ അവിടെ കൊടുത്താൽ മതി. മത്തി കൊടുത്തില്ലേ? ഏതണോ കാട് 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 അല്ലേ ഒക്കെ ഫിഷ് കട്ട് ചെയ്യാം. ഫ്രൂട്ട്സിന്റെ നമ്മൾ കാണിച്ചു കൊടുക്കാം. എന്നാല് അത് നമുക്ക് കട്ട് ചെയ്യൂല്ലേ? മത്തി ഞാൻ കട്ട് ചെയ്യാ? കട്ട് ചെയ്തടാ പൊട്ടാ. അപ്പൊ അവിടെ കണ്ടില്ലേ ഫിഷ് നേരെ അവിടുന്ന് ഫിഷ് വാങ്ങുക. ഫിഷ് വാങ്ങിയിട്ട് നേരെ ഇപ്പുറത്ത് പോകുന്നതിന് ഫിഷ് കട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ചെറിയ ചില്ലർ പൈസ വരൂ. കട്ട് ചെയ്തിട്ട് ഫ്രഷ് ആക്കിയിട്ട് ഉണ്ടാക്കും സാധനം അടക്കും. ആസിഫേ ഇത് വളരെ നല്ലൊരു ഉപകാരമാണ്. ഇവിടെ സാധനം വരും, ആറ് സാധനം വാങ്ങുക, നേരെ ഉണ്ടാക്കുക, തിരിച്ചു പോവുക. ഇതൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഫിഷ് കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കണ്ടില്ലേ? ഇത് നേരെ അപ്പുറത്ത് പോയാൽ മട്ടൻ കാണിച്ചു കൊടുത്താലോ ആൾക്കാർക്ക്? വാ 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 വാ. പിന്നെ ഈ ഫ്രഷ് മട്ടന്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ്, പോത്ത്, അത് തൊട്ടിപ്പുറത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ സ്ഥലം ഇവിടെ പോയിക്കുന്നെങ്കിൽ കണ്ടില്ലേ പല ഐറ്റംസും ഉണ്ട്. കണ്ടില്ലേ? കാലുകളൊക്കെ നോക്കിയണ്ടില്ലേ? മട്ടന്റെ കാല്, ഇങ്ങനത്തെ നെയ്യ്, ആടിന്റെ തല, കാല്, അത് കിട്ടുന്ന സ്ഥലം. അതിന്റെ കുറെ ഷോപ്പുകളൊക്കെ കൂട്ടിപ്പോയിക്കിന് രാത്രിയായിട്ട്. അപ്പൊ അങ്ങനത്തെ ഏരിയകളാണ് ഇത്, ഷോപ്പുകൾ, ബീഫ് അങ്ങനത്തെ ഐറ്റംസ്, മട്ടൻസ് ഒക്കെ കിട്ടുന്ന. തൊട്ടപ്പുറത്ത് അപ്പൊ അത് കൊടുത്ത് ഈ ആ കട്ട് ചെയ്യുന്ന ടൈം കൊണ്ട് എന്താക്കാം, നമുക്ക് ഇവിടെ 1-2 പരിപാടികളുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ആൾക്കാരെന്നെ മാളിലൊക്കെ ഫുള്ള് ആൾക്കാരാണ്. അതില്ല ഫുള്ള് ആൾക്കാരാണ്. നീല് കുത്തിരിക്കണോ? ചില്ലറ എടുത്തോ? നീലുണ്ടോ ചില്ലറ? നീല് ലിവറുണ്ടോ? ചില്ലറ പൈസ. അപ്പോൾ ഇതിങ്ങനെ ബോഡി മസാജാണ്. നീ കഴിഞ്ഞ ദിവസം ചെയ്താൽ ഓർമ്മയുണ്ട്? ഇതിന് മുമ്പ് പ്രാവശ്യം വന്നേ അത് അപ്പുറത്തെ മൂന്നാമത്തെ പൈസ ഇട്ട് ആ ചാലുവായി അടുക്ക്. ആ ഓക്കെ തുടങ്ങിക്കോ. ടൈറ്റ് ആയോ? ആ റെഡിയായി. ആ കാല് ഇറക്കിച്ച് റെഡി ആയില്ല? റെഡിയല്ലേ? ബോഡി ഇതാക്കണമെന്നും ബോഡി മസാജ് ₹1 ഒരു ദിറംസ് കൊടുത്താൽ മതി. ഒരു ദിറംസ് കൊടുത്താൽ തല ബോഡി എല്ലാം മസാജ് ചെയ്തിട്ട് ഒരു സെറ്റാക്കി ഇങ്ങോട്ട് വരും. ഓ ടൈമും കാര്യങ്ങളും കൊടുക്കാൻ കാണിച്ചു കൊടുക്കുക. ടൈമും കാര്യങ്ങളൊക്കെ ആ ടൈം വേറെ ഉണ്ട് എൻ്റെ അടുത്ത്. कोइन दूसरा नहीं है. ओ उधर कंप्लेन है, पहले भी ऐसा है. अभी इधर भी चेक करो. ये कौन गया? हो गया. उसमें अभी को सेम ऐसा आया पहले. ടൈമിങ് ഇവിടെ കാണിക്കും. വേണ്ടില്ലേ? എന്തോ കിട്ടുന്നുണ്ടെങ്കിൽ ആനന്ദം കിട്ടുന്നുണ്ടോ? തടി കൂടിയിട്ടാണ് കാലൊക്കെ ഇറുകി വെച്ചത്. ഇനി നമ്മൾ പോകുന്നത് നല്ല ലോകത്ത് എവിടെയൊക്കെ ഉള്ള രാജ്യത്തുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ്സ്. ക്യാമറ വേണ്ടില്ലേ? അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫുഡ്സ്, അങ്ങനത്തെ
ഐറ്റംസ് സാധനങ്ങൾ വാങ്ങാനാ പോകുന്നത്. അതിന്റെ സെറ്റായില്ലേ? അപ്പൊ അതൊക്കെ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലൊക്കെ വന്ന് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം. കുക്കമ്പറി, ക്യാരറ്റ്, തക്കാളി ഒക്കെ നോക്കി. തക്കാളി, ഉള്ളി, പച്ചമുളക്, നീണ്ട പച്ചമുളക്. ഇതൊക്കെ എന്താ സാധനം? ക്യാപ്സിക്കോ. ക്യാപ്സിക്കോ കൂടെ മഞ്ഞ, ചോപ്പ്, പച്ച. ക്യാരറ്റ്, കേബേജ്, ഇതൊക്കെ നല്ല ക്വാളിറ്റി. ഇഞ്ചിയൊക്കെ നോക്കി. ഇഞ്ചി കണ്ടോ? ഇഞ്ചി കണ്ടോ? ഇഞ്ചി. നാരങ്ങ. പിന്നെ നീന്ത്രപ്പായത്തിനൊക്കെ ഭയങ്കര വില. ഏതാ ഫ്രൂട്ട്സ് എന്താ ഉള്ളത്? ഏതാ സാധനം അല്ലേ? നമ്മൾ നന്ന് വാങ്ങിയല്ലേ സാധനം. വെറി ഇതൊക്കെ എന്താ കാണിച്ചു നോക്കാം ബീബേ. അത് നമ്മളെ ഫേവറേറ്റ്സ്. അത് നമ്മളെ സാധനം കേട്ടോ. ഇത് നമ്മളെ ഫേവറേറ്റ്. ഇത് നമ്മളെ പോലെയുള്ള സാധനം. റംബുട്ടാനുണ്ട്, പിന്നെ നല്ല നാടൻ മുന്തിരി, പിന്നെ ഇതൊക്കെ ഇതൊക്കെ തിന്നിക്കണ ആരെങ്കിലും. മാംഗോ വൺ ബാർ. കൈതച്ചക്ക ഉണ്ട്. ഏത്? മാംഗോസ്റ്റി. അത് ഞങ്ങൾ വാങ്ങിയിരുന്നു. 100 റുപ്യക്ക് 4 കിട്ടിയത്. ഏത്? പിന്നെ കുറ്റിച്ചക്ക എന്നറിയും. നമ്മൾ നല്ല കുറ്റിച്ചക്ക അറിയുന്നത്. ഇതൊക്കെ നാട്ടിലുണ്ട്. നമ്മളെ നാട്ടിലുണ്ട്. ഇതാക്കണ അവക്കാടോ, പാകിസ്ഥാനി മാംഗോ. നല്ല സീതപ്പഴ. നമ്മളെ കുറ്റിച്ചക്ക എന്ന് പറയുമ്പോൾ അറിയില്ല. ആണോ? എന്തെങ്കിലും ആട്ടെ. ഇതാണ്ടില്ല ഈ സാധനമൊക്കെ കൊണ്ടുപോകല്ലേ. ഒക്കെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ വേണോ? വാങ്ങിക്കാ ബീവേ. നീന്തപ്പഴോ മാംഗോസ് നാട്ടിലുണ്ട്. ഞാൻ വാങ്ങിയിരുന്നു. എനിക്ക് 100 റുപ്യ 4 കിട്ടിയ നാട്ടിൽ നിന്ന്. പുതിയ ഇത് എത്ര സാധനം ഉണ്ട്? 6 പീസല്ലേ? तुम बनाओ, चेक करेगा. 1 2 3 4 5 6 അങ്ങനെ ഉണ്ടോ? ഓ നമുക്ക് അന്തുണ്ട് നേരാറിന് കിട്ടാനോ? हमको दियो, एक दियो. खराब आएगा तो फिर आप बाद में बोलेगा हम खराब दे दिया. എന്താ വേണ്ടി? ഇതാക്കണം കൈതച്ചക്ക, ഷവാമർ, അങ്ങനെ ഐറ്റംസ്. നല്ല ബത്തക്ക മോനെ. ചോത്ത. ഓ കിതർക്ക പയ്യേ. ഒന്ന് ചോപ്പ് നോക്കി. ഏതാ ബത്തക്കല്ലേ? ഷവാമർ. ഏതൊക്കെ സാധനങ്ങൾ അങ്ങോട്ട് നോക്കി. ഫ്രൂട്ട്സ് തിന്നണമെങ്കിൽ ദുബായിക്ക് വന്നോളി. മീനും തിന്നണമെങ്കിൽ ഏതൊക്കെ പവറുകള് അല്ലേ? അപ്പൊ ആൾക്കാർക്ക് ദുബായ് മാങ്ങ നേരത്തെ കാണിച്ചു തന്നീലൊക്കെ. ചെറിയ മാങ്ങ, ആപ്പിള്, മുന്തിരി, എന്തൊക്കെയാ ഉള്ളത് ഇവിടെ. എന്തൊക്കെയാ കണ്ടില്ലേ? ഓരോരോ കൗണ്ടറുകളാണ്, ഓരോരുത്തരുടെ ഷോപ്പുകളാണ്. വീഡിയോ കുറെ ഉണ്ടാവും. ഉണ്ടാകട്ടെ. മാങ്ങ നാട്ടുകാരെ കിട്ടാൻ ഉള്ളിയും തക്കാളിയും കാണിച്ചു കൊടുക്കുക. നാട്ടിലുള്ളവർ കാണട്ടെ. കാര്യമില്ല സംഭവം പറഞ്ഞ. ഏത് ചെറിയ കാണിച്ചു കൊടുത്ത്. അല്ല ഇത് സാധനത്തിന്റെ ക്വാളിറ്റി നാട്ടിലത്തെ മാറ്റം ഉണ്ടാകുമല്ലോ. ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ലേ? ജെറി. ഇതാണ് ജെറി. ഇനി ഓരെടുക്കല കായ് എടുക്കുവർക്ക്. അതിൻ്റെ ഒരു ബൈക്ക് ഉണ്ടാകാൻ പറ്റൂലല്ലോ ആസിഫേ. മാങ്ങ നോക്കി. ഈ മാങ്ങ ഒക്കെ നല്ല മധുരമുള്ള മാങ്ങ. ഇത് മാങ്ങാണോ? ഇതൊക്കെ എന്താ സാധനം? ഇതെന്താ സാധനം? ഇതോ? അത് വേറെ അന്ന് മറ്റേ നമ്മളെ മറ്റേ ഈ ബംഗാളി ഇട്ടീനോ ലിച്ചി. നമ്മളെ ഏത് ബംഗാളിന്നറിയോ? പിന്നെ മറ്റേ നാട്ടിലെ മറ്റേ ബംഗാളി ഇല്ലേ, അരിക്കോടില്ലേ? ഓൻ്റെ നാട്ടിൽ നമ്മൾ നാട്ടിൽ റംബുട്ടാൻ ഓൻ്റെ നാട്ടിൽ പോയി വീഡിയോ ചെയ്ത സാധനം തോന്നുന്നു. ഈ സാധനം നോക്കി തോന്നുന്നത് ലിച്ചില്ലേ? മറ്റേ ബംഗാളി. ഒമ്പത് തുമ്പോ ജാസ്തി മധുരം എടുക്കുന്നു പറഞ്ഞിട്ട് ജാസ്തി മധുരം എടുക്കാണ് ചെയ്തതാന്ന് തോന്നുന്നു. ആ സാധനമാണിത്. അല്ലേ മനസ്സിലാക്കുന്നേ? ഇച്ചാലോ വേറെ താണ്ടി
സന്ധ്യ ഇവരുടെ ലാഭം നീ അറിയാൻ പോന്നിട്ട് നല്ല നല്ല കിട്ടുമെന്ന് അറിയാം. പൈസ കൂടുതലല്ലേ നമ്മൾ അന്ന് വന്നേരം ഇവിടെ ഭയങ്കര ഇതായതുകൊണ്ട് നമ്മൾ അന്ന് വന്നിട്ട് ഭയങ്കര വിലയായിട്ട് നമ്മൾ തടി സലാമത്ത് അടിച്ചല്ലേ. ഇതെന്നാ മറ്റേ യമനിലുള്ള ആ ഭാഗത്തുള്ള സാധനം മറ്റേ तुम ऐसा ऐसा पूरा कर तो क्या फायदा मिलता है? हमारा भाई तुम हमारा भाई तो एक तरह मिलता है. तुम ऐसा नहीं करो भैया. या हमारा भाई ओ तुम ऐसा बात नहीं करो. ഇന്നലെ വന്നിട്ടാണെങ്കിൽ 2-3 നാരങ്ങ എടുത്തിട്ട് കൈ കൊടുത്ത് തിന്ന് ബാക്കി എന്നിട്ട് മതി. ऐसा करता है? ഒരു മാങ്ങ ഫുള്ള് ഇട്ട് ചെയ്തിട്ട് പറ്റ ചെങ്ങായി ദുബായിലെത്തി. ദുബായിൽ വന്ന് അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഫിഷ് മാർക്കറ്റിൽ വന്ന് നമുക്ക് അവർക്ക് എന്താ കാണിച്ചു കൊടുത്ത് ഫിഷ് വാങ്ങണ കാണിച്ചു കൊടുത്ത്, ഫ്രൂട്ട്സും കാണിച്ചു കൊടുത്ത്, മട്ടന്റെ ഏരിയ കാണിച്ചു കൊടുത്ത്, പച്ചക്കറിയൊക്കെ കാണിച്ചു കൊടുത്ത്. അപ്പോ ഇന്നത്തെ വ്ലോഗ് വെറുതെ അവസാനിക്കുകയാണ്. അപ്പൊ നേരെ റൂമിലെത്തിക്കുക അല്ല, പോവാ. അത് ഒരുപാട് മിനിറ്റ് ആൾക്കാർക്ക് പ്രാന്താവും. അടുത്ത പ്രേക്ഷകർ അവരുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ആസിഫിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്കാണ് കിട്ടല്. നമ്മളെ ചങ്കാണ്, നമ്മളെ മുത്തുമണിയാണ്. പിന്നെ അവൻ്റെ ചിലവായിരുന്നു. നല്ല ഫുഡ് മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. വളരെ നല്ല സന്തോഷം ഒന്ന് കാണാൻ പറ്റിയതും. ഇങ്ങനെ ഒരു നല്ലൊരു ദിവസമായി കണ്ടതിൽ നമുക്ക് ദുബായിൽ കറങ്ങി ഫുഡ് കഴിച്ച് അൽഹംദുലില്ലാഹ്. നാളെ വെള്ളിയാഴ്ച ആണ്. അപ്പോൾ എല്ലാവരും ദുആയിരിക്കുക, ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എന്താക്കുക, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ആസിഫേ എന്താ പറയുക, എല്ലാവരും സലാം പറയുന്നത്. അസ്സലാമു അലൈക്കും. എന്നാൽ ഞങ്ങൾ പോയി വരാം കേട്ടോ. അപ്പോൾ നേരെ ഇരിക്കുക, സാധനം വാങ്ങാൻ പോകും, അത്രേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഉഷാറെ നിൽക്കുക. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടാക്കി തരാം ഉഷാറാണ്.